അപ്പോൾ തിരുവനന്തപുരത്ത് IFFK നടക്കുകയാണ്. നമുക്കറിയാം ഒരുപാട് ആളുകൾ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. വിവാദങ്ങളും ഉണ്ടായി. കാരണം അവിടെ ആളുകൾ കാത്തിരുന്ന 19 പ്രധാനപ്പെട്ട ചിത്രങ്ങൾ അത് കേന്ദ്രത്തിന്റെ വിലക്ക് പ്രദർശിപ്പിക്കാൻ കഴിയില്ല എന്ന വലിയ നിരാശ ഇന്നലെ അവിടെ രജിസ്ട്രേഷൻ നടത്തി വന്ന ആളുകൾക്കുണ്ടായിരുന്നു. പക്ഷെ ആ നിരാശ ഇന്നലെ നീങ്ങി. അതെ, എന്തായാലും അതൊക്കെ പ്രദർശിപ്പിക്കും എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ് സർക്കാർ ഉള്ളത്. അപ്പോൾ 6ാം ദിനമായി ഇന്ന് 11 തിയേറ്ററുകളിലെ 16 സ്ക്രീനുകളിൽ 72 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. സംസ്ഥാന സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചതോടെ സെൻസർ ഇളവ് നിഷേധിച്ച 6 ചിത്രങ്ങൾ ഉൾപ്പെടെയാണ് ഇന്ന് പ്രദർശനത്തിനെത്തുന്നത്. ലോക സിനിമാ വിഭാഗത്തിൽ 26 ചിത്രങ്ങളും കാലിഡോസ്കോപ്പ് വിഭാഗത്തിൽ 7ഉം അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ 6ഉം ചിത്രങ്ങൾ ഇന്ന് സ്ക്രീനിലെത്തും. സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സനിസ, അങ്ങനെ IFFK 6ാം ദിവസത്തിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തത് ഈ 19 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ള വിഷയം തന്നെയായിരുന്നു. പക്ഷേ സ്റ്റേൺ ആയിട്ടുള്ള ഒരു നിലപാടുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ നേരത്തെ അനുമതി നിഷേധിച്ച ഏതൊക്കെ ചിത്രങ്ങൾ, എല്ലാ ചിത്രങ്ങളും ഇന്ന് പ്രദർശനത്തിന് എത്തുന്നുണ്ടോ? ഇല്ല അമൃത, ഇന്ന് 6ഓളം ചിത്രങ്ങളാണ് പ്രദർശനത്തിനെത്തുന്നത്. ഇന്നത്തെ IFFKയുടെ 6ാം ദിനമാണ്. വളരെ പെട്ടെന്നാണ് തിരുവനന്തപുരത്തെ ദിവസങ്ങളിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് 6 ചിത്രങ്ങളാണ് കേന്ദ്രം ഇത്തരത്തിൽ പ്രദർശിപ്പിക്കരുതെന്ന് പറഞ്ഞ് കേരള സർക്കാർ ഞങ്ങളത് 19 ചിത്രങ്ങളും പ്രദർശിപ്പിക്കുമെന്ന് പറഞ്ഞ കൂട്ടത്തിലുള്ള 6ഓളം ചിത്രങ്ങളാണ് ഇന്ന് പ്രദർശിപ്പിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ചിത്രമാണ് യെസ്. അതൊരു യെസ് എന്ന ചിത്രം ഇസ്രായേൽ ചിത്രമാണ്. ഇത് ഇസ്രായേലിന്റെ രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ പറയുന്ന ചിത്രമാണ്. കൂടാതെ ഈ ഫലസ്തീൻ പാക്കേജിലുള്ള വൺസ് അപ്പോൺ എ ടൈം ഇൻ ഗാസ 2007 ഗാസയിലെ സംഭവ വികാസങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്ന, ഗാസയുടെ രാഷ്ട്രീയം പറയുന്ന ചിത്രം ഇന്ന് പ്രദർശനത്തിനെത്തും. ഇത്തരത്തിൽ കൂടാതെ തന്നെ ഈഗിൾസ് ഓഫ് ദ റിപ്പബ്ലിക് ഈജിപ്ഷ്യൻ ചിത്രമാണ്. ഇത്തരത്തിൽ ഈജിപ്തിന്റെ പ്രസിഡന്റിന്റെ രാഷ്ട്രീയ വളർച്ചയും അവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷമൊക്കെ പറയുന്ന ഒരു ചിത്രമാണ്. കൂടാതെ തന്നെ ഈ വർഷത്തെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയ അബ്ദുറഹ്മാനി സിസായിക്കോയുടെ ടിബങ്ക്ടു എന്ന ചിത്രം കൂടി ഇന്ന് പ്രദർശനത്തിനെത്തുന്നുണ്ട്. അത്തരത്തിൽ 6ഓളം ചിത്രങ്ങളാണ് പ്രദർശനാനുമതി നിഷേധിച്ച ചിത്രങ്ങൾ ഇന്ന് ഈ മേളയിൽ പ്രദർശിപ്പിക്കുന്നത്. കൂടാതെ 72 ചിത്രങ്ങൾ ഇന്ന് 11 തിയേറ്ററുകളിലായിട്ട് 16 സ്ക്രീനുകളിലായിട്ട് പ്രദർശിപ്പിക്കുന്നുണ്ട്. അത്തരത്തിൽ മേള വലിയ രീതിയിൽ പുരോഗമിക്കുകയാണ്. 19 ചിത്രങ്ങളായിരുന്നു ഫലസ്തീൻ പാക്കേജുകൾ ഉൾപ്പെട്ട, കൂടാതെ ഈ വിവിധ രാഷ്ട്രീയങ്ങൾ പറയുന്ന, ലോകത്തിന്റെ രാഷ്ട്രീയം പറയുന്ന 19 ചിത്രങ്ങളായിരുന്നു ഇത്തരത്തിൽ മേളയിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന ഒരു കേന്ദ്ര തിട്ടൂരം വന്നത്. എന്നാൽ മേളയിൽ എല്ലാവരും ആ ഒരു സമയത്ത് എല്ലാ സാംസ്കാരിക സംഘടനകളും നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും സിനിമാ പ്രവർത്തകരും അക്കാദമിയും അതുപോലെ തന്നെ ഡെലിഗേറ്റ്സും സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവരും അതിനെ ചെറുത്തു തോൽപ്പിക്കുന്ന ഒരു പ്രതികരണങ്ങളൊക്കെയായിരുന്നു നമ്മൾ കണ്ടത്. കേരള സർക്കാരും അതിലൊരു തീരുമാനമെടുത്തു. അങ്ങനെ IFFKയുടെ എല്ലാ തരത്തിലുള്ള ആ ഒരു പ്രൗഢിയിലേക്ക് ഇന്ന് തിരിച്ചെത്തിയിരിക്കുകയാണ്. 19 ചിത്രങ്ങളും ഇന്ന് ആ 19 ചിത്രങ്ങളും പ്രദർശിപ്പിക്കുമെന്ന അതിന്റെ ഒരു ആദ്യഘട്ടം എന്ന നിലയിൽ നിരോധിച്ച 6 ചിത്രങ്ങൾ ഇന്ന് പ്രദർശനത്തിനെത്തും. അതിൽ പ്രധാനപ്പെട്ട ചിത്രങ്ങൾ ഇതൊക്കെയാണ്. ഇത്തരത്തിൽ മേള വളരെ സുഗമമായി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെ ഇപ്പോൾ എല്ലാ തരത്തിലും ഇന്നത്തേക്ക് വേണ്ട എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സെക്ഷനുകളായിട്ട് ഉണരുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഡെലിഗേറ്റ്സ് ഒന്നും എത്തിയിട്ടില്ല. ഇന്നലെ രാത്രിയൊക്കെ ഇവിടെ വലിയ പാട്ടും ആഘോഷവും ഒക്കെ ആയിരുന്നു. 2-3 ദിവസം ഇത്തരത്തിൽ സിനിമ കാണാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഡെലിഗേറ്റ്സിനൊക്കെ അതിന്റെ ഒരു നിരാശയുണ്ടായിരുന്നു. എന്നാൽ ആ പ്രതിസന്ധി ഇന്നലെ മാറി. അതുമാത്രമല്ല, ആ പ്രതിസന്ധി മാറിയതിനപ്പുറം ഇത്തരത്തിൽ കേരള സർക്കാരിന് ഇത്തരം ഒരു ശക്തമായ ഒരു നിലപാട് കേന്ദ്രത്തിനെതിരെ സ്വീകരിക്കാൻ പറ്റിയതിൽ എല്ലാ തരത്തിലുള്ള സിനിമാ പ്രേമികളായിക്കൊള്ളട്ടെ, സാംസ്കാരിക നേതാക്കളായിക്കോട്ടെ, എല്ലാവരും വലിയ സന്തോഷത്തിലായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രിയൊക്കെ ഇവിടെയും മാനവീയത്വം ഒക്കെ വലിയ ആഘോഷമായിരുന്നു. അപ്പോൾ എല്ലാ ഡെലിഗേറ്റ്സും ഒക്കെ എത്തി തുടങ്ങുന്നതേ ഉള്ളൂ. ഇന്ന് 72 സിനിമകളാണ് കാണാൻ പോകുന്നത്. അതിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള ചിത്രങ്ങളുണ്ട്, കൂടാതെ തന്നെ അവാർഡിൽ ഉൾപ്പെടുന്ന ചിത്രങ്ങളുണ്ട്, മലയാളം സിനിമ ടുഡേ വിഭാഗത്തിലെ ചിത്രങ്ങളുണ്ട്. അത്തരത്തിൽ ഇന്ന് വളരെ വിപുലമായിട്ട് 72 ചിത്രങ്ങളാണ് പ്രദർശനത്തിനെത്തുന്നത്. സേഫു, അമൃത. ശരി, എന്തായാലും പ്രതിസന്ധിയും നിരാശയും നീങ്ങുന്നു. ഒരു പക്ഷേ
ഈ മേളയിൽ നിന്ന് ഒഴിവാക്കിയേക്കും എന്ന് നിരാശയോടെ കരുതപ്പെട്ടിരുന്ന 19 ചിത്രങ്ങൾ എന്തായാലും പ്രദർശിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ 6 ചിത്രങ്ങൾ ഇന്നെത്തും. അതെ, സിനിമാ പ്രേമികളെല്ലാവരും വലിയ സന്തോഷത്തിൽ തന്നെയാണ്. സൈഫ് അങ്ങനെ IFFK ഒക്കെ പോകാറുണ്ട്? ഇതുവരെ പോയിട്ടില്ല. എല്ലാ കുറിയും IFFK തുടങ്ങുമ്പോൾ അടുത്ത തവണ പോകണമെന്ന് കരുതും. അടുത്ത തവണ ഇത് തുടങ്ങുമ്പോഴാണ് അയ്യോ രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞല്ലോ എന്ന് ആലോചിക്കും. ഇനി അടുത്ത തവണ